أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. ആദ്യത്തെ ആയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. യാസീൻ, യാ എന്ന് സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. സീൻ മദ് ലാസിമാണ്, കൂടുതൽ നീട്ടേണ്ടതാണ്. ആമീൻ, നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയേണ്ടത് ആമീൻ. മീ എന്നുള്ളിടത്താണ് കൂടുതലായിട്ട് നീട്ടേണ്ടത്. ഇവിടെ മദ് ലാസിമാണ്. ആമീൻ എന്നുള്ളിടത്ത് മദ് ആരിദുമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇനി ചേർത്തി വായിക്കുമ്പോഴും ഓതുമ്പോഴും അങ്ങനെ തന്നെയാണ്. നൂനിന് സീൻ എന്ന് പറയുമ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم صراط مستقيم تنزيل العزيز الرحيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لتنذر قوما ما أنذر إخفاء آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. എല്ലാവരും എൻ്റെ കൂടെ ഓതണം, ഓതി ഇങ്ങനെ നോക്കണം. അപ്പോൾ നമ്മുടെ പിഴവുകളൊക്കെ, നമുക്കൊരു പക്ഷേ പിഴവുകളുണ്ടെങ്കിൽ അത് മനസ്സിലാവുകയുള്ളൂ. കൂടെ മെല്ലെ ഒന്ന് ഓതി നോക്കുക. ഞാൻ ഓതുന്നത് പോലെ തന്നെയാണോ നിങ്ങളും ഓതുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ ഓത്തിലേക്ക് ഒരു പക്ഷേ പിഴവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാസീനിൽ പിഴവുകൾ വരാൻ സാധ്യതയുള്ള കൂടുതൽ ഭാഗങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അത് പറയും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ إلى الأذقان فهم مقمحون. അഗ്ലാല, തൊണ്ടയെ 3 ഭാഗമാക്കണം അല്ലേ. ഹംസ വരേണ്ടത് താഴ്ഭാഗത്തു നിന്നാണ്. ഹംസ ഹ ഒക്കെ താഴ്ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ ഐന് വരേണ്ടത് ഹംസയുടെ തൊട്ട് മുകളിൽ നിന്നാണ് വരേണ്ടത്. ഐന് ഒന്നുകൂടി മുകളിൽ നിന്ന്, ഏറ്റവും മുകളിൽ നിന്നാണ്. ഒന്ന് പിന്നെ വിരൽ വെച്ച് നോക്കിയാൽ മതി. കഴുത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് വിരൽ വെച്ച് നോക്കുക. ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും.
أغلالا فهي إلى الأذقان فهم مقمحون. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ മീമാക്കി ഉച്ചരിക്കുന്നു. വജഅൽന മിൻ ബൈനി, മിൻ എന്നുള്ളതിന് നൂനിനെ മറിച്ച് മീമാക്കുക, ഇഖ്ലാബ്. മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇവിടെ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിലേ സദ്ദ എന്ന് പറയുകയുള്ളൂ. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആദ്യത്തിൽ ഇദ്ഗാം വരും, രണ്ടാമത്തിൽ ഇഖ്ഫാം വരും. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم. തൻവീന് ശേഷം ഫ വന്നു, ആദ്യത്തെ പിന്നെ തൻവീന് ശേഷം വാവ് വന്നു. വസവാഉൻ അലൈഹിം അഅൻദർതഹും അഅൻദർതഹും. ഹൽക്കിൻ്റെ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് രണ്ട് ഹംസയും വരേണ്ടത്. ഹംസയാണല്ലോ. അഅൻദർതഹും അഅൻദർതഹും അംലം 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 തുൻദിർഹും ലാ യുഅ്മിനൂൻ. അംലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. റാഇന് സുക്കൂന് മുമ്പ് കസർ തർക്കീക്ക് ചെയ്യണം. അതിന് ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇൻ്റെ അക്ഷരത്തിൽപ്പെട്ട അക്ഷരമല്ലാത്തത് കൊണ്ട് ഇഖ്ഫാ ചെയ്യണം, അല്ല തർക്കീക്ക് ചെയ്യണം. തുൻദിർ അവിടെ ഇഖ്ഫാ ചെയ്യണം. റാഇനെ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്തിട്ടാണ് ഓതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അംലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ലാ യുഅ്മിനൂൻ. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب. ബാഇന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം യാഇന് സുക്കൂൻ ആയതുകൊണ്ട് മദ് ലീനാകുമ്പോൾ സാധാരണ സാധാരണ നീട്ടുന്നതിലേറെ ഒന്ന് നീട്ടുക. ബിൽ ഗൈബ് കുറച്ചും കൂടി നീട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. ബിൽ ഗൈബ് എന്നല്ല, ബിൽ ഗൈബ്. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഫബശ്ശിർഹു റാഇനെ തർക്കീക്ക് ചെയ്യണം. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വകുല്ല ശൈഇൻ ഇദ്ഹാർ ചെയ്യണം. വകുല്ല ശൈഇൻ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. وَاضْرِبْ لَهُمْ مَثَلًا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما. അതിൻ്റെ ഇടയിൽ ഒരു വസലിൻ്റെ ഹംസ ഉണ്ട്, അത് ഉച്ചാരണത്തിൽ വരികയില്ല കൂട്ടി വായിക്കുമ്പോൾ. إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون.
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم ഹൽക്കിൻ്റെ മധ്യഭാഗത്ത് നിന്ന്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരേണ്ടത്. قالوا ربنا يعلم إنا إليكم لمرسلون. നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. യഅ്ലമു എന്ന് പറയാൻ പാടില്ല, യഅ്ലമു എന്നും പറയാൻ പാടില്ല. യഅ്ലമു ഇൻ, അത് സ്മൂത്താക്കി പറഞ്ഞാൽ മതി, ശരിയാവും. യഅ്ലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ മീമിന് സുക്കൂൻ കൊടുത്തിട്ട് തന്നെ വഖഫ് ചെയ്യണം. ഇലൈക്കും ലമുർസലൂൻ. وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. إظهار أليم. قالوا طائركم معكم أئن ذكرتم. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഖ്ഫ ചെയ്യണം. أئن ذكرتم, റാഇന് സുക്കൂന് മുമ്പ് കസ്ർ തർക്കീക്ക് ചെയ്യണം. ശേഷമുള്ള താ ഇസ്തിഇലാഇന്റെ അക്ഷരത്തിൽ പെട്ടതല്ല. ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ ഖുസ്സ, ലിഗ്തിൻ, ഖിദ്, ഈ 7 അക്ഷരങ്ങളാണ്. ഖ, സ്വാദ്, ളാദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ, ഇതാണ് ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ. ഈ ഇസ്തിഇലാഇന്റെ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് ശേഷം വരുന്നതെങ്കിൽ അവിടെ പിന്നെ അവിടെ തഫ്ഖീം ചെയ്യുന്നതാണ്. ഇവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത്. അഇൻ ദുക്കിർതും എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. മുസ്രിനല്ല, ഖൗമും മുസ്രിഫൂൻ. അഇൻ ദുക്കിർതും, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മീമിന് സുക്കൂൻ കൊടുക്കുക. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ മീമിനെ ബായിലേക്ക് ഇഖ്ഫ ചെയ്യേണ്ടതാണ്. അഇൻ ദുക്കിർതും ബൽ അൻതും, അങ്ങനെ ഓതുക. അല്ലെങ്കിൽ നിർത്തുന്നില്ല എങ്കിൽ അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ഇത്തബിഉ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ അറിയാതെ ഒരു പക്ഷേ അത്തബിഉ എന്നൊക്കെ ഓതി പോകാൻ സാധ്യതയുണ്ട്. ഇത്തബിഉ അറിയാതെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണ്ട് മുതലേ ശീലിച്ച് ആ ഒരു രൂപത്തിൽ പിന്നെ ഓതിപ്പോകുന്നവരുണ്ടാകുന്ന പറഞ്ഞ് ഉണ്ടാകും. പിന്നെ ഉണ്ട് എന്നല്ല, ഒരു പക്ഷെ ഉണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. അഅത്തഖിദു നീട്ടാൻ പാടില്ല.
അത്തഖിദു മിൻ ദൂനിഹി ആലിഹ മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനി റഹ്മാനു ഇൻ യുരിദിനി റഹ്മാനു ബിളുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. 23-ാമത്തെ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്താണ്. യുരിദിനി റഹ്മാനു ബിളുർരില്ല ഇദ്ഗാമും ബിലാഉന്ന ബിളുർരില്ല തുഗ്നി എന്ന് പറയാൻ പാടില്ല, ആയി പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ഓതി നോക്കിയാൽ മതി. ആ ആയത്തൊന്ന് ഓതി നോക്കിയാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നീട്ടാനും പലതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിളുർരില്ല തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. കൂട്ടി വായിക്കുക. ഖീലദ്ഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. وما أنزلنا على قومه من بعده من جند ഇഖ്ലാബ് ചെയ്യണം. ബഅദിഹി ഖൗമിഹി അവിടെയൊക്കെ ചെറിയ നീട്ടൽ നീട്ടാം. മിൻ ബഅദി വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഅ മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഇൻ കാനത് إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യുക. ബാക്കി ഏത് വന്നാലും വ്യക്തമാക്കിയിട്ട് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. പ്രത്യേകിച്ച് മീമിൻ്റെ ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വാവും അതുപോലെ തന്നെ ഫാവും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. وإن كل لما جميع لدينا محضرون. جميع لدينا كل لما وإن كل لما جميع كل لما അവിടെയാണ് മണിക്കേണ്ടത്. لما جميع لدينا محضرون. وآية لهم الأرض الميتة
أحييناها وأخرجنا منها حبا فمنه يأكلون അംസക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله ആദ്യത്തെ പുള്ളിയുള്ള ഖാഫാണ്. റസഖക്കുമുല്ലാഹു قال الذين كفروا للذين آمنوا أنطعم من لو يشاء
അനുത്ഇമു അനുത്ഇമു ത്വാഇന് സുക്കൂനാണ്. അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും അത്അമഹു ഇൻ മദ്ദക്ഷരമുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു, മദ്ദ മുൻഫസിൽ. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അവിടെ സീൻ ഉണ്ട് അല്ലേ? സീൻ എന്ന് പറഞ്ഞാൽ സക്തയാണ്. സക്ത എന്ന് പറഞ്ഞാൽ സാധാരണ വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതാണ് വഖഫ് എന്ന് പറയാം. അത് എവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പദത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ അത് ശ്വാസം വിടാൻ വേണ്ടി നമ്മൾ നിർത്തുമല്ലോ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിൽക്കുമല്ലോ. അതാണ് എന്ത് വഖഫ് എന്ന് പറയാം. സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ നിർത്തുന്നതിനാണ്, നിർത്തേണ്ട സ്ഥലത്തിനാണ് സക്ത എന്ന് പറയാം. ശ്വാസം വിടാതെ നിർത്തുക, അവിടെ നിർത്തണം, ശ്വാസം വിടരുത് എന്നർത്ഥം. അഥവാ നിർത്തിയിട്ടൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിർത്താതിരിക്കലാണ് നല്ലത്. ശ്വാസം വിടാതെ നിർത്തുന്നത്, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. മൻ ബഅസന മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അപ്പോൾ അവിടെ ശ്വാസം വിടാതെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ശ്വാസം വിടാതെ നിർത്താതെ പിന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, അടുത്തത് വേഗം ഓതുക. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون. ഇഖ്ഫാവും ഇദ്ഗാമും ബിഗുന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന് വാവ് മീമ് യാ. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമ് റാ. കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അതിനാണ് എന്താ പറയുക, പിന്നെ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറയാം. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ നൗമി, നൂന് വാവ് മീമ് യാ കൂട്ടി യോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണം. മണിച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക എന്നർത്ഥം. കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് മണിക്കുക. അതിനാണ് എന്ത് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയാം. ഇദ്ഗാമും ബിലാഗുന്ന ലാമ് റാ, സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീൻ്റെയും ശേഷമുള്ള നിയമങ്ങളായി പറയുന്നത്. സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ ലാമ് റാ അല്ലേ. ഇങ്ങനെ വന്നാൽ ഇദ്ഗാമ് ചെയ്യുക, ബിലാഗുന്ന മണിക്കാതെ ഇദ്ഗാമ് ചെയ്യുക എന്നർത്ഥം. നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇഖ്ലാബ്, സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെ മറിച്ച് തെൻവീനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. അതാണ് ഇഖ്ലാബ്. ഇൽഹാറിൻ്റെ അക്ഷരം 6 എണ്ണമാണ്. ഹംസ, ഹ, ഐന്, ഗൈന്, ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ നൂനിനെയോ തെൻവീനിനെയോ വെളിവാക്കണം എന്നുള്ളതാണ്. ഇതിൽ പെടാത്ത അക്ഷരങ്ങൾ ബാക്കി 15 അക്ഷരങ്ങൾ, ആ 15 അക്ഷരവും ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. മറച്ച് മണിക്കേണ്ട സ്ഥലങ്ങളാണ് എന്ന് പറയാം. അൻ എന്ന് പറയുമ്പം
പിന്നെ നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടുന്നു, അതാണ് അൻ എന്ന് പറയുമ്പോൾ വെളിവാകുന്നത്. ഇനി തട്ടാത്ത ഒരു രൂപത്തിൽ പറയുക, അതാണ് ഇഖ്ഫ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. فَالْيَوْمَ لَا تُظْلَمُ نَفْسٌ شَيْئًا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ إِنَّ أَصْحَابَ الْجَنَّةِ الْيَوْمَ في شُغُلٍ فَاكِهُونَ. ഷുഗ് എന്നല്ല, സുക്കൂനായി പോകാൻ സാധ്യതയുണ്ട്. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹും വഅസ്വാജു എന്ന് ഓതി പോകാൻ സാധ്യതയുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓതാൻ തന്നെ പാടില്ല. അത് അങ്ങനെ ഓതി പോകാൻ സാധ്യത ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹും ഇൽഹാർ ചെയ്യണം. هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇൽഹാർ ചെയ്യണം. കസീറൻ അഫലം. അപ്പം ഇങ്ങനെ വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. അഫലം എന്ന് ഓതാൻ പാടില്ല. ജിബില്ലൻ കസീറ ഒന്നെങ്കിൽ അങ്ങനെ വഖഫ് ചെയ്യാം. ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. അൽ യൗമ, അൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വസലിൻ്റെ അംസക്ക് അംസക്ക് ഫത്ഹാണ് കൊടുക്കേണ്ടത്. അലിഫും ലാമും ഉള്ള സ്ഥലങ്ങളിൽ അവിടെ മാത്രമേ ആ എന്ന് വരികയുള്ളൂ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق. അവിടെ ഹു എന്നതിന് നീട്ടാൻ പാടില്ല. വമൻ നുഅമ്മിർഹു നുനക്കിസുഹു. കാരണം ഹു എന്നതിൻ്റെ മുമ്പ് സുക്കൂനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹു എന്ന ലമീറിൻ്റെ മുമ്പോ ശേഷമോ, മുമ്പത്തെ അക്ഷരത്തിനോ ശേഷമുള്ള തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂനുണ്ടെങ്കിൽ നീട്ടുകയില്ല എന്നുള്ളതാണ്.
വമൻ നുഅമ്മിർ, അതുപോലെ തന്നെ റോയിന് തർക്കീക്ക് ചെയ്യണം. നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. വമാ അല്ലംനാഹു الشിഅറ وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم. അവിടെ വഖഫ് ചെയ്യാം, മീമുണ്ട്, വഖഫ് ലാസിമാണ്. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അവിടെ വഖഫ് ചെയ്തില്ലാച്ചിട്ട് എന്താ കുഴപ്പമൊന്നുമില്ല, നല്ലത് വഖഫ് ചെയ്യലാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ونسي خلقه قال من يحيي العظام وهي رميم. يحيي العظام يا إن كسرند يحيي العظام وهي رميم قل يحييها الذي പ്രത്യേകം ശ്രദ്ധിക്കണം. قل يحييها الذي യുഹ്യി നീട്ടാനുള്ളതാണ്. യുഹ്യി രണ്ട് യാണ്ട്, ഫസ്റ്റത്തെ യാന് കസറ്, പിന്നെ ഉള്ളത് നീട്ടാനുള്ള ഈ. യുഹ്യിഹല്ലദീ ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم على أن يخلق مثلهم بلى وهو الخلاق العليم. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഇഖ്ഫ വരും. മിസ്ലഹും ബല, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അൻ യഖ്ലുഖ മിസ്ലഹും ബല വഹുവൽ ഖല്ലാഖുൽ അലീം. ഇനിയുള്ള ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, മദ്ദുകളുണ്ട്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ
إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العلي العظيم. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് സൂറത്ത് യാസീൻ മാത്രമേ ഓതുന്നുള്ളൂ. നാളെ നമുക്ക് ഓതാനുള്ളത് 470 പേജാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് മുതലേ ഓതുകയുള്ളൂ. ഖത്മ് തീർക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടം വരെ എന്ത് ചെയ്യുക, ഓതി തീർക്കുക. അപ്പോൾ സൂറത്ത് യാസീനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സൂറത്താണ്. നമ്മളൊക്കെ പാരായണത്തിൽ ഒരു പക്ഷേ പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ സൂറത്ത് മാത്രം എടുത്തുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് കഴിവിൻ്റെ പരമാവധി ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കൂടെ ഓതിയിട്ട് തന്നെ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടെങ്കിലും അത് നമ്മൾ യാസീൻ സൂറത്താണ്. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് യാസീൻ ദിവസവും പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ സൂറത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശം നിറവേറുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന പതിവായി ഓതുന്ന സൂറത്തുകളാണ്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മളൊക്കെ ഓതാറുണ്ട് എങ്കിലും അത് കഴിവിൻ്റെ പരമാവധി അതിൻ്റെ എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കണം. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി സ്ലോ ആക്കിയിട്ട് തന്നെ ഓതിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുക. അതുപോലെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഓതുന്ന സമയത്ത് അഥവാ ഞാൻ ഓതിയ സമയത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഒരുപാട് നിയമങ്ങളൊക്കെ പഠിച്ചല്ലോ, ആ നിയമത്തിനെതിരായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യുക. ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നാൽ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. അതല്ല ഇപ്പോൾ ഇന്ന ഭാഗത്ത് ഇന്നതല്ലേ എന്ന് ചോദിച്ചാൽ മതി, അപ്പം തന്നെ തീരും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയാണ് നമ്മളൊക്കെ ഓതേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാത്രം ഓതിയാൽ പോലെ നമ്മുടെ മക്കൾക്ക് അത് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണം. യാസീനൊക്കെ ഓതുമ്പോൾ പ്രത്യേകമായിട്ട്, കാരണം നമ്മൾ മറ്റുള്ള സൂറത്തുകളെ പോലെയല്ല, ഏറ്റവും കൂടുതൽ ഓതുന്ന ഒരു സൂറത്തും കൂടി ആയിരിക്കും സൂറത്ത് യാസീന്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഭാഗത്ത് നിന്ന് ഖുർആൻ്റെ പാരായണത്തിൽ പ്രത്യേകം യാസീൻ ഓതുന്ന സമയത്ത് പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല നല്ല രൂപത്തിലൊക്കെ ഓതാനും അതൊക്കെ ഓതി അതൊക്കെ ഹൃദയത്തിൽ നിൽക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഹിഫ്ള്, നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യാസീൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ക്ലാസ്, ഇന്നത്തെ ഈ ക്ലാസ് കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് അത് അവർക്കും കൂടി ഒരു ഉപകാരം കിട്ടുന്ന രൂപത്തിൽ നമ്മളൊക്കെ ആ ഒരു കാര്യം ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിച്ച നോമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ, അതുപോലെ തന്നെ നിസ്കരിച്ച തറാവീഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തന്ന് നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് യാസീൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, റഹ്മാനെ റബ്ബെ ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമുള്ളവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ റബ്ബെ. ഞങ്ങളൊക്കെ ആഖിബത്തിന് നന്നാക്കി തരണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മയും പറയപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിലും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും പറയപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാരണമായിട്ട് അല്ലാഹു തആല നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ നമ്മുടെ നേതാവ് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.